ഹായ് ടെസിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കണം. ഇന്നിപ്പോ ഞാൻ കീമ വെച്ചിട്ട് ബീഫ് കീമ വെച്ചിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കണം. പാസ്തയ്ക്കുള്ള വെള്ളം തിളച്ചു, അതിലേക്ക് ഞാൻ ചിപ്പിട്ട് കൊടുക്കാണ്. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാണ്. ഇതില് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പാസ്ത എടുത്തിട്ടുള്ളൂ, രണ്ടാക്ക കഴിക്കാവുന്നുള്ള മാതിരി. അങ്ങനെ പാസ്ത വെന്തുട്ടോ. പാസ്ത ഞാൻ കോരി മാറ്റാണ്. ഇത് ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ച് കട്ട കൂട്ടാതിരിക്കാൻ ഞാൻ ഒന്ന് കഴുകി വെക്കാണ്. പാൻ വെച്ചു, അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കാണ്. ബട്ടർ ആവുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ബട്ടർ നമുക്ക് കരിയാതെ കിട്ടും. ഗാർലിക്കാണ്, ചെറുതാ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ബീഫ് നമ്മള് കീമ ഉണ്ടാക്കി അതൊന്ന് ഇങ്ങനെ വറുത്ത് വെച്ചാണ്. ഒരു ഹാഫ് പച്ചമുളക്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇടണ്ട കേട്ടോ, ഇതൊക്കെ ഓപ്ഷണലാണ്. അതിലൊരു ചെറിയ പീസ് സബോള, ഇത് രണ്ടും ഓപ്ഷണലാണ്, ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വൈറ്റ് സോസിന് വേണ്ടി കുറച്ച് മൈദ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മൈദ, പാല് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ച് ഒന്ന് ശരിയാക്കണം. പ്യൂരി ഒഴിച്ചു കൊടുക്കാനേ. ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു. ബീഫ് ഇട്ട് കൊടുക്കാണ് ഞാൻ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ്. ഉപ്പില്ല ഒട്ടും. ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. കുറച്ച് പെപ്പർ, ഒരു സ്പൂൺ പെപ്പർ ഇട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാനേ. ഇപ്പൊ നമ്മുടെ ചീസും എല്ലാം റെഡിയായി. പൊടിക്കാനും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതാണ് ശരിക്കും ഈ പാസ്തയുടെ ഫ്ലേവർ വരിക. അങ്ങനെ വെരി യമ്മി പാസ്ത റെഡി ആയിട്ടുണ്ട്. വെറുതെ പറയണല്ല, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.